സൺഡേ ഷാലോം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസ്റ്റർ ഡിഗ്ന, മൂന്നാനാൽ കുടുംബാംഗമാണ്. ഞാനിപ്പോൾ തേർമല MSMI കോൺവെൻറ്റിൽ സുപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ 2 പേരും കൂടി സിസ്റ്റേഴ്സും ഒരു സന്യാസ വൈദികനും CMI സഭയിൽപ്പെട്ട ഫാദർ ഫ്രാൻസിസും മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടി അഭിഷിക്തനായ ഫാദർ ജസ്റ്റിൻ മൂന്നാനാലുമാണ്. മക്കളുടെ എണ്ണം കൊണ്ടും അവർ എത്തിച്ചേർന്ന സന്യാസ പൗരോഹിത്യ ദൈവവിളി കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന സ്ഥലത്തെ മൂന്നനാൽ കുടുംബം. 3 സന്യാസിനികളും 3 വൈദികരുമാണ് ഈ കുടുംബത്തിൽ നിന്നും ഇന്ന് സമർപ്പണ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നനാൽ വർക്കി അന്നക്കുട്ടി ദമ്പതികൾക്ക് 15 മക്കൾ. കുടിയേറ്റക്കാലത്ത് തിരുമേനിയിലെത്തിയ ഈ കുടുംബം വലിയ കഷ്ടപ്പാടിലൂടെയും ക്ലേശങ്ങളിലൂടെയുമാണ് കടന്നുപോയത്. എങ്കിലും മക്കളെയെല്ലാം നല്ല നിലയിൽ വളർത്തി ഓരോരുത്തരെയും ഓരോ ജീവിതാന്തസ്സുകളിലും എത്തിച്ചു. ഈ കുടുംബത്തിൽ നിന്നും അടുത്ത നാളിൽ പൗരോഹിത്യം സ്വീകരിച്ചത് ജിൻഡോയാണ്. ഈ കുടുംബത്തിൻ്റെ ദൈവവിളിയുടെ വഴികൾ അവർ തന്നെ പറയുന്നത് കേട്ടുനോക്കൂ. ഞാൻ സിസ്റ്റർ മാർഗരറ്റ് മേരി, മൂന്നാനാൽ MSMI കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഞാനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച് പോകുന്നത്. ഞാൻ ഓർമ്മ വെച്ച ആ കാലം തന്നെ എൻ്റെ ഉള്ളിൽ കർത്താവിന് സമർപ്പിക്കണം, ഒരു സിസ്റ്ററാകണം എന്ന ഒരു വലിയ ആഗ്രഹവും ചിന്തയും അന്ന് ചെറുപ്പത്തിലെ തന്നെ എനിക്കുണ്ടായി. കാരണം ഞാൻ സിസ്റ്റേഴ്സുമായിട്ട് അത്രയും അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. CMC സിസ്റ്റേഴ്സായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ചെറുപ്പം മുതലേ അവരുടെ ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും എല്ലാം എനിക്ക് കിട്ടിയിരുന്നു. ഇടയ്ക്ക് അവിടെ ആരാധന നടത്തുമ്പോൾ അവരുടെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈശോയോടുള്ളൊരു വലിയ ബന്ധവും ദൈവവിളിയോടുള്ള ഒരു പ്രോത്സാഹനവും അന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ കിട്ടി. വീണ്ടും ഞാൻ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചിയുടെ ആങ്ങളിയുടെ മകന് അച്ഛനാണ്, ആങ്ങളിയുടെ മക്കൾ സിസ്റ്റേഴ്സുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും എല്ലാം എൻ്റെ ദൈവവിളിക്ക് ഒരുപാട് സഹായമായി. അമ്മച്ചിയാണേലും ദൈവവിളിയെപ്പറ്റി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പച്ചൻ പലപ്പോഴും പള്ളിയിലെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ. ആ ജീവചരിത്രങ്ങളെല്ലാം എൻ്റെ ദൈവവിളിയെ സഹായിച്ചു. ഞാൻ SLC കഴിഞ്ഞ് MSMI കോൺഗ്രിഗേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബഹുമാനപ്പെട്ട വർക്കിയച്ഛന് കോൺവെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ദൈവാനുഗ്രഹത്താൽ എനിക്കും കോൺവെൻറ്റിൽ ചേരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ സിസ്റ്റർ ഡിഗ്ന MSMI മൂന്നാനാൽ കുടുംബത്തിലെ 3ാമത്തെ സിസ്റ്ററാണ്. ദൈവവിളിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവവിളി തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ എന്നോട് പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും ചെയ്തു തരും. എങ്ങോട്ടാണെങ്കിലും, കല്യാണം കഴിക്കാനാണേലും കുടുംബജീവിതത്തിലേക്ക് പോകാനാണേലും സന്യാസ ജീവിതത്തിലേക്ക് പോകാനാണെങ്കിലും തീരുമാനം നിൻ്റേതാണ്. ഞാൻ അതിന് എന്തിനാണെങ്കിലും പൂർണ്ണമായിട്ടും സഹകരിക്കും എന്ന് അപ്പച്ചൻ പറഞ്ഞതിന് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ മൂത്ത ചേച്ചിയുടെ ആ കോൺവെൻറ്റിൽ പ്രവേശിച്ച് ആദ്യത്തെ MSMI സഭയിലെ ആദ്യ ബാച്ചിലെ തന്നെ അംഗമായിട്ട് ചേർന്നു. അപ്പോൾ ചേച്ചിയുടെ ആ പ്രാർത്ഥനയും ജീവിതവും തീഷ്ണതയും ഒക്കെ എനിക്ക് ഒരു നല്ല പ്രചോദനമായിരുന്നു. അതുപോലെ സിസ്റ്റർ മാർഗരറ്റ്, അതുപോലെ സിസ്റ്റർ റോസ്ലറ്റ്, അവർ 2 പേരും നല്ല സിസ്റ്റേഴ്സായിട്ട് എനിക്ക് മുമ്പേ കടന്നു പോയപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയ നല്ല പ്രചോദനമായിരുന്നു. എനിക്കും ഒരു സിസ്റ്റർ ആകണം. അതിനു മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവർ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ പ്രചോദനം കിട്ടി. ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി നല്ലവരായിരുന്നു. അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതവും ഒക്കെ ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ മുതലുള്ള ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പ്രാർത്ഥനയിൽ വളരാനും ഞങ്ങളുടെ ഇടവകളിലെ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്രാർത്ഥനയും പ്രത്യേകിച്ച് സൊഡാലിറ്റിയിൽ അംഗങ്ങളായി ഞാൻ സൊഡാലിറ്റിയിലെ അംഗമായി ജീവിച്ചു. അപ്പോഴൊക്കെ ഇങ്ങനെ ദൈവങ്ങളിൽ വളർന്നു വരാനായിട്ടൊക്കെ ഒരു വലിയ പ്രേരണ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ആ സമയത്തൊക്കെ. അതുപോലെ ഈ വിശുദ്ധ കൊച്ചുറേസ്യയുടെ രൂപം പള്ളിയിലുണ്ടായിരുന്നു. അപ്പോഴവിടെ ചെന്ന് നിൽക്കുമ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചുറേസ്യ പുണ്യവതി എന്നെയും നിന്നെപ്പോലെ ഒരു പുണ്യവതിയാക്കണമേ. അങ്ങനെ ആ ദൈവവിളിയുടെ ആ ഒരു വിത്ത് എൻ്റെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ ദൈവം പാകി എന്നാണ് എനിക്കതിനെക്കുറിച്ച് ഓർക്കാനുള്ളത്. അത് ഞങ്ങളുടെ ആ കുടുംബത്തിൽ എല്ലാവരിലും കാണാൻ സാധിച്ചു. അത് മുന്നോട്ടും ദൈവം ഇന്ന് വളർത്തിക്കൊണ്ട് വരികയാണ്. അതുപോലെ ചേച്ചിയുടെ മകളാണേലും സിസ്റ്റർ ടീന ജോസ്,
അവളും കൊച്ചിൻ സിസ്റ്ററായി നല്ലൊരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അമ്മ വീട്ടിൽ നിന്നും ഒക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വേറെയുണ്ട്. അപ്പോൾ ഓർക്കുമ്പോഴേ ഒരു സമർപ്പിത നിര തന്നെ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിരിയവർക്കച്ചൻ തുടങ്ങിയ കോൺഗ്രിഗേഷനിൽ ആദ്യത്തെ ബാച്ചിൽ അവസാനത്തെ അംഗമായിട്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. അങ്ങനെ കോൺവെൻറ്റിലെ എൻ്റെ ജീവിതം ഒരുപാട് സന്തോഷമുള്ള ജീവിതമായിരുന്നു. വലിയ ദൈവാനുഭവം എനിക്ക് അവിടെ ലഭിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, ഞാൻ കോൺവെൻറ്റിൽ വന്ന് ആദ്യം ചാപ്പലിൽ കയറി മുട്ടുകുത്തിയപ്പോൾ എനിക്ക് വലിയൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി എനിക്ക് ലഭിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറി താമസിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് ഒരു ആഴ്ചയെങ്ങാനും കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ചെല്ലുമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ഞാൻ തക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഈ ശക്തി കിട്ടിയതുകൊണ്ട് എനിക്കൊരിക്കൽ പോലും ഈ കോൺവെൻറ്റിൽ നിന്ന് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് തിരിച്ചു പോകാനൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കുളത്തോയിലായിരുന്നു ഏറെക്കാലം. അവിടെ മദർ ജനറൽ ആയിട്ടായിരുന്നു എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ 12 വർഷങ്ങളും കഴിഞ്ഞത്. ആ കാലത്ത് അതിനുശേഷം ഞാൻ ധ്യാന സെൻറ്ററിലും കൗൺസിലിങ്ങിനും ഒക്കെ സഹായിച്ചു. അച്ഛൻ്റെ കൂടെ ധ്യാനിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഫോണിൽ കൂടിയൊക്കെ കൗൺസിലിങ്ങൊക്കെ നടത്തുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ പരിയാരത്ത് എംബേറ്റിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. മിക്കവാറും സമയത്ത് പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഞാൻ കഴിയുന്നു. എൻ്റെ അനുജത്തി റോസ്ലെറ്റ് ബത്തേരി പ്രൊവിൻസിലാണ്. സിസ്റ്റർ ഹോസ്പിറ്റലിൽ അക്കൗണ്ടിങ് സെക്ഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബത്തേരി പ്രൊവിൻഷ്യൽ ഹൗസിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. ഇനി എൻ്റെ അനുജത്തി ഡിഗ്നായ 3ാമത്തെ ആൾ ഞങ്ങളുടെ സെൻറ്റ് ജോസ് പ്രൊവിൻഷ്യലായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരുടെ ഫോർമേഷനിൽ ഉണ്ടായിരുന്നു. മിസ്സസ്സായിട്ടൊക്കെ വർക്ക് ചെയ്തു. പല സ്ഥലങ്ങളിലും സുപ്പീരിയറായിട്ടും ഇടവക പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രൂപതയിലാണേലും ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയുള്ള ആൾ ജസ്റ്റിനച്ഛന് മാനന്തവാടി രൂപതയിലാണ് ചേർന്നത്. 3 സ്ഥലങ്ങളിൽ വികാരിയായി. അതിനുശേഷം മേരിമാത കോളേജിൽ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തും ഇടവകയിലെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, കോളേജിലെ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോളേജിൽ നിന്ന് റിട്ടയർമെൻറ്റായി ഇപ്പോൾ മാനന്തവാടി രൂപതയിലുള്ള മുള്ളംകൊല്ലി എന്ന ഇടവകയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഫാദർ റെജിയ സീമൈ സഭയിലാണ്. റെജിയും അതുപോലെ ഇടവക പ്രവർത്തനത്തിലും അവരുടെ സീമൈ സഭക്കാരുടെ ഓരോ കാര്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുമൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അടുത്തയാൾ ജിൻഡോയ്, ആങ്ങളയുടെ മകന്. ഓർഡിനേഷൻ കഴിഞ്ഞല്ലേ ഉള്ള ഒരു സ്ഥലത്തേക്കാവുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിക്കാൻ തമ്പുരാൻ അവനെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വിളിച്ചപ്പോൾ അതിനോട് പ്രത്യുത്തരിക്കാനായിട്ട് സാധിച്ചത് ദൈവവചനവും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും അനുദിനമുണ്ടായിട്ടുള്ള പ്രാർത്ഥനകളും പ്രത്യേകിച്ച് മാതാവിനോടുള്ള ഭക്തിയും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ദൈവവിളിയിൽ സന്തോഷത്തോടെ നിലനിൽക്കാൻ സാധിച്ചത് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നൽകുന്ന ഏത് കാര്യത്തിലും നമുക്ക് സന്തോഷത്തോടെ പ്രത്യുത്തരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും അംഗങ്ങളില്ല, കുറഞ്ഞു പോകുന്നു, മക്കളൊക്കെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതൊരു ദുഃഖകരമായ സംഭവമാണ്, അക്കാര്യമാണ്.
ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നതും കുടുംബത്തിലെ മക്കൾ കൂടുതലുണ്ടാകുന്നതും ദൈവവിളി സ്വീകരിക്കാനും സമർപ്പിത ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കുമൊക്കെ കൂടുതൽ അംഗങ്ങൾ കടന്നു വരാനും ഒക്കെ സാധിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. അതിനുവേണ്ടി നമ്മളിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സഭ പ്രത്യേകിച്ചും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ 15 മക്കളുണ്ടായി. അത് വലിയൊരു വിലപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 15 പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും പരസ്പരം പങ്കിടുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കൂടുകയും ഒന്നിച്ച് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അപ്പച്ചനുണ്ടായിരുന്ന നാളുകളിലൊക്കെ എല്ലാ വർഷവും വിളിച്ചു കൂട്ടുമായിരുന്നു. അത് കഴിഞ്ഞും കൂടാറുണ്ട് എല്ലാ വർഷവും. എങ്കിലും അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞങ്ങളെ കാത്തിരുന്ന് വിളിച്ചു കൂട്ടി എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുറേ സമയമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എല്ലാം ചെയ്യുന്ന ആ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ മനസ്സിലെന്നും ഇന്നും നിലനിൽക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ഞാൻ കുളത്തോയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞങ്ങളുടെ സന്യാസ സമൂഹം ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയൊരു കാലമായിരുന്നു. കാരണം ഓരോ സഭകളുടെയും ആരംഭകാലം ബുദ്ധിമുട്ടുകളുടെയും ക്ലേശങ്ങളുടെയും എല്ലാം കാലമാണ്. അന്ന് ഞങ്ങളുടെ കുളത്തോയിൽ കോൺവെൻറ്റിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ₹1 ഒരു നോട്ട് മാത്രമായിരുന്നു. ഞാൻ ചക്കാരുടെ അടുത്ത് പോയി നിന്ന് കുറേ നേരം കരഞ്ഞു. എൻ്റെ ഈശോ എന്നാ കാണിക്കേണ്ടത്, ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ഇവരെല്ലാം എങ്ങനെ മുന്നോട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് ഞാൻ സക്കാരുടെ അടുത്ത് പോയിരുന്ന കുറേ നേരം കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ആ ₹1 എടുത്ത് സക്കാരുടെ അടുത്ത് ചെറിയ ഒരു ₹1 കടത്തി വെക്കാൻ മാത്രമുള്ള സ്ഥലം ഉണ്ടായിരുന്നു. സക്കാരുടെ അകത്തല്ല, അതിൻ്റെ സൈഡിൽ. ഞാൻ ആ ₹1 എടുത്തുകൊണ്ട് വന്ന് അത് അവിടെ വെച്ചു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ ബാങ്കിലിടുന്നത് പോലെ തന്നെ ഈ ₹1 അങ്ങയുടെ അടുത്ത് വെക്കുക ചെയ്യുന്നത്. ഇനി ഈ കോൺവെൻറ്റിലെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ദാരിദ്ര്യവും വലിയ കഷ്ടപ്പാടും എന്ന് തീരുന്ന അന്ന് ഞാൻ ഈ പൈസ തിരിച്ചെടുക്കും. ഈശോ അത് വേണ്ടതുപോലെ ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഈശോ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ചാപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. തുടർന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്റേഴ്സിന് ജർമ്മനിയിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങളുണ്ടായി. അവിടെ പോയി സിസ്റ്റേഴ്സ് ജോലി ചെയ്തു. 1975 ആയപ്പോഴത്തേക്കും കുളത്തുവയിലെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും എല്ലാം ഒരു പരിധിവരെ തീർന്നു. സിസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനെല്ലാം സാധിച്ചു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ 76-ലാണ് ഞാൻ മദർ ജനറൽ എന്നുള്ള സ്ഥാനം മാറുന്നത്. ഞാൻ ആ 75-ൽ എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ സക്കാരുടെ അടുത്ത് ചെന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു ഇടുക്കി എടുത്തിട്ട് ഞാൻ ആ ₹1 തോണ്ടി എടുത്തിട്ട് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ ഒത്തിരി നന്ദി, നിനക്ക് തന്നെ എൻ്റെ ബാങ്കിൽ ₹8 ഇത്രയും നീ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ₹1 എടുത്ത് ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചാപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നല്ല ദൈവവിളികൾ ഇനിയും ഉണ്ടാകാൻ ഈ കുടുംബത്തിൻ്റെ മാതൃക പ്രചോദനമാകട്ടെ.